സർ, മോഡേൺ വസ്ത്രവും മോറൽ പോലീസിംഗും ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ അജണ്ടയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മഞ്ജു പിള്ളയുടെ മകൾ ദയക്കെതിരായിട്ട് ഷഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറയുന്ന കുറച്ച് വാചകങ്ങൾ. അതിന് പക്ഷെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ കമന്റ് ചെയ്യുന്നവരൊക്കെ ഈ ഷഫീന ബീവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരുപാടുണ്ട്. ആക്ച്വലി ഷഫീന ബീവിയുടെ കുഴപ്പം എന്താണ്? അവർ ശരിക്കും 2.25 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഇട്ടതോടുകൂടി അത് 290 മാറിക്കഴിയും. അപ്പോൾ അത് നമ്മളെ യഥാർത്ഥത്തിൽ വളരെ കേരളത്തെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇതിലിപ്പോൾ ഷഫീന ബീവി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം മോശപ്പെട്ട കാര്യങ്ങളാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു വിമർശനം വേണമെങ്കിൽ നമുക്ക് പറയാവുന്നൊരു വിമർശനമുണ്ട്. പറയാൻ പാടില്ലാത്ത വലിയ തെറ്റുകളും ഈ വീഡിയോയിലുണ്ട്. പറയാൻ പാടില്ലാത്ത തെറ്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചാൽ അവരൊക്കെ തന്നെ കാമഭ്രാന്തായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് ശരിക്കും അതുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ആണാണെങ്കിൽ ഇതൊരു റേപ്പ് ചെയ്യുന്നതിന് ആഹ്വാനം കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കണം. അതായത് നിങ്ങൾ വസ്ത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവരെ അങ്ങനെ വസ്ത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആക്രമിക്കാം, ബസ്സിൽ ചെന്ന് നിൽക്കൂ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യട്ടെ എന്നാണ്. ബാക്കി വാക്കുകളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും മോശപ്പെട്ട വാക്കുകൾ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എന്താണ് ഇത്രമാത്രം പ്രകോപനം ഉണ്ടാകേണ്ട കാര്യം? 2023 ഈ പെൺകുട്ടി ഒരു പോസ്റ്റിട്ട പോസ്റ്റാണ്. അത് 2026 എപ്പോഴെങ്ങാണ്ടും എടുത്തിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ, കമൻറ്റുകൾ എടുത്തെന്തോ വീഡിയോ ചെയ്തെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. എനിക്കറിയില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്തിനാണ് ഇത്രത്തോളം മറ്റേ ഈ പറയുന്ന റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇതിൽ തമാശ ഒന്നുമില്ല, ഇതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യം നമുക്ക് പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നിരവധി കേസുകൾ വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ആരെങ്കിലും കേസ് കൊടുക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ബ്ലോഗേഴ്സ് കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇതിൽ ഷഫീന ഇപ്പം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഷഫീന പറയുന്നത് പണ്ട് കാലത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ആരും സൈക്കിൾ കൂട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് സൈക്കിൾ കൂട്ടിയത്. അപ്പോൾ അതിന് തന്നെ ആളുകൾ കുറ്റവും കുറവും ഒക്കെ പറയുമായിരുന്നു, വലിയ മോശപ്പെട്ട രീതിയിൽ പറയുമായിരുന്നു എന്നാണ്. അത് കഴിഞ്ഞ് സൈക്കിൾ കൂട്ടാൻ തുടങ്ങി, പിന്നെ ഡ്രസ്സ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഈ ഡ്രസ്സിനൊക്കെ തന്നെ ഒരു പരിധി നിശ്ചയിക്കാൻ ഷഫീന ആരാണെന്നേ. ഞാൻ ഈ പുള്ളിക്കാരുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഈ പുള്ളിക്കാർ പണ്ട് നേരത്തെ ഈ റീലൊക്കെ ഷോർട്സിലേതോ ഒരു ഷോർട്സിലോ ട്രോളിലോ ഒക്കെ ഇവരെ ഞാൻ കണ്ടിരുന്നു. അന്നേരം ഇവർ പറയുന്നത് വളരെ മോശപ്പെട്ട രീതിയിലാണ്. ഇവരുടെ മതവും മതഗ്രന്ഥത്തെക്കുറിച്ചും ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ മുറി എന്നൊക്കെയാണ് പറയുന്നത്. ബാക്കിയുള്ള വാക്ക് പറയുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. അത്തരത്തിലുള്ള ഡയലോഗൊക്കെയാണ് വിടുന്നത്. പക്ഷേ ഇതിൽ എന്താണ് ഇത്ര വലിയ പ്രകോപനം എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് വിവസ്ത്രയായി നിൽക്കണം, എന്നിട്ട് എനിക്ക് ഇത്തരത്തിൽ അവയവങ്ങളുണ്ടെന്ന് പറയണം എന്നൊക്കെയുള്ള കമൻറ്റുകളൊക്കെയാണ് പറയണത്. പിന്നെ ഒരാൾ എങ്ങനെ ഡ്രസ്സ് ധരിക്കുന്നു എന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനമ്മേനെ കുറ്റം പറയാൻ പറ്റും ഉടനെ. ഇതൊക്കെ ഏത് കാലത്തെ കൺസെപ്റ്റാണ്? എന്നിട്ട് പുള്ളിക്കാർ പറയുന്നത് ഇത് ഫെമിനിസം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണെന്നാണ്. ഇത് ഫെമിനിസം ഒന്നുമില്ല. പിന്നെ ഫെമിനിസം എന്ന് പറയുന്നത് ഈക്വാലിറ്റിയാണ്. അതിൽ മാത്രം പുള്ളിക്കാർ പറയുന്നതിൽ ഒരു ചെറിയ എലമെൻറ്റ് കണ്ടുപിടിച്ചത് നമുക്ക് ശരിയാണെന്ന് തോന്നാവുന്ന ഒരു കാര്യം, ഈ സ്ത്രീകൾ തമ്മിൽ ഈക്വാലിറ്റി ഉണ്ടാകണമെന്ന് പറയുന്നതല്ല, തുണി പറിച്ചെറിയുന്നതല്ല സ്വാതന്ത്ര്യം. തുണി പറിച്ചെറിയുന്നതാണ് സ്വാതന്ത്ര്യം ഒന്നും പറഞ്ഞില്ല. അത് അവർ പറയുന്നതിൽ ഒരു എലമെൻ്റ് ഉണ്ട്. അതായത് രാത്രി ഇറങ്ങി നടക്കുന്നതോ, ഡ്രസ്സില്ലാതെ യാത്ര ചെയ്യുന്നതോ, ഈ പറയുന്ന പോലെ ഡ്രസ്സ് കുറച്ചിടുന്നതോ, സ്ലീവ്ലെസ് ഇടുന്നതോ ഒന്നും സ്വാതന്ത്ര്യമല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാലാകാലങ്ങളായി സ്ത്രീകൾക്ക് അവരെ ഈ പറയുന്ന പോലെ ഒരു രണ്ടാം കിട പൗരന്മാരായി കാണുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അവർക്ക് ഈക്വാലിറ്റി വേണം എന്നുള്ളതാണ്. ആ ഈക്വാലിറ്റി വേണമെങ്കിൽ എന്ത് വേണം? ഓരോ സ്ത്രീയും അവരുടെ കരിയറിൽ കുറേ കൂടി മികച്ച പ്രകടനം നടത്തുകയും അതിലേക്ക് ഉയർന്നു വരികയും വേണം. അത് നമുക്ക് പറയാം. അതല്ലാതെ അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ ഒരിക്കലും തൊലിപ്പുറമേയുള്ള സൗന്ദര്യമോ അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ടോ പണം സമ്പാദിക്കുന്ന ഒരു ജോലി ഏറ്റെടുക്കുന്നതിനേക്കാൾ നല്ലത് മറ്റതാണ് എന്നുള്ളത് പറയാം. കാരണം അതേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ നിങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, ഇല്ലേ? അല്ലാതെ ഇപ്പോൾ നാളെ നമ്മളിപ്പോൾ ഞാൻ ചില കുട്ടികളോടൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ എയർ ഹോസ്റ്റസ് ആക്കാൻ പോയാൽ പോലും നിങ്ങൾക്കൊരു 4-5 കൊല്ലം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് 100 പേരിൽ നിന്ന് പിന്നെ ഒരാളാണ് അതിൻ്റെ ട്രെയിനിങ്ങിലേക്കോ ഹെഡായിട്ടൊക്കെ പോകാൻ കഴിയുള്ളൂ, കാരണം വളരെ കുറച്ചാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കിട്ടുന്ന ജോലി എന്നുള്ളത് അവിടെ പോലും ഞാൻ പറയുന്നത് എടുക്കുന്നതിൽ പരിമിതികളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനും അപ്പുറത്തേക്ക് എന്തിനാണ് ഈ കാര്യം? പിന്നെ ഈ പെൺകുട്ടി തന്നെ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ഒരു ഡിപ്ലോമ കോഴ്സ്, അവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ അണ്ടർ ഗ്രാജുവേഷൻ ഒന്നുമല്ല, ഇറ്റലി, ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു ചാനലിൽ പറഞ്ഞപ്പോൾ ഫ്രാൻസിൽ നിന്നായിപ്പോയി, ഇറ്റലിയിൽ നിന്ന് പോളിമോഡ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു ചെറിയ കോഴ്സാണ് കേട്ടോ കഴിഞ്ഞത്. ആ ചെറിയ കോഴ്സ് കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്, ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. ഈ ഇന്ത്യയിൽ NIFT പോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് അവർ പറയണം. പിന്നെ ഇവർ പറഞ്ഞേക്കണതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് കാമഭ്രാന്തുള്ളവരാണ്, ആളുകൾ അട്രാക്ട് ചെയ്യാനാണ്, ഇതൊക്കെ സിഗ്നലാണെന്നാണ് പറഞ്ഞേക്കണം. അപ്പം പിന്നെ ആളുകൾക്ക് കയറി എന്തും ചെയ്യാന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
അത് വലിയ തോതിൽ ഒരു ആഹ്വാനമാണ്. ഉറപ്പായിട്ടും ആ പെൺകുട്ടി വളരെ മോശപ്പെട്ട, ഞാനിപ്പോൾ ഇതിനപ്പുറത്തേക്ക് പറയാൻ നമുക്ക് പറ്റാഞ്ഞിട്ടുകൊണ്ടല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കളിയാക്കാൻ അറിയാമല്ലോ. പക്ഷെ കളിയാക്കേണ്ട ഒന്നും വിഷയമല്ല ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേർന്നു എന്നുള്ളത് നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരിനിയിപ്പോൾ ചിലപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ കഴിയുന്ന ഒരു കാര്യമുള്ളൂ ഷെഫീനെ സംബന്ധിച്ചോളം. പക്ഷേ ഇവരുടെ കേൾക്കുന്ന 2.25 ലക്ഷത്തോളം 2,90,000 ആളുകൾ ഉണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം. ഉറപ്പായിട്ടും ഈ ഒരു നൂറ്റാണ്ടിലും ഈ ഒരു സമയത്തും വസ്ത്ര സ്വാതന്ത്ര്യം ഇല്ലാണ്ടാവുക എന്ന് പറയുന്നത് അവരുടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഭ്രാന്താണ്. കുറെ പേർക്ക് മറ്റേ നിക്കാബ് ധരിക്കാഞ്ഞിട്ട്, പുറത്ത് ഇടാഞ്ഞിട്ട്, കുറെ പേർക്ക് എന്താ ഡ്രസ്സ് കളഞ്ഞിട്ട്. പക്ഷെ ഇതൊക്കെ തന്നെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്നേ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇറ്റലിയിൽ പോയി ജീവിക്കുന്ന ഒരാൾ ഇപ്പം നാളെ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഇറ്റലിയിലോ ഫ്രാൻസിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഐശ്വര്യ സാരി എടുത്ത് തന്നെ എല്ലാ ദിവസവും നടക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ അല്ലാതെയുള്ള ഡ്രസ്സുകൾ ഇട്ടാലും ആരും ചോദിക്കുന്നില്ല. കോമൺ ആണ്, മനസ്സിലായി? ഇങ്ങനെ കോമൺ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറും, ഇല്ലേ? അപ്പൊ അതല്ലേ ഇപ്പൊ നാളെ നമ്മൾ അവിടെ ചെന്നിട്ട് ഇപ്പൊ 3/4 ടീഷർട്ട്, ഞാൻ ഈ എൻ്റെ അനുഭവം തന്നെ പറയാം. ഞാൻ പണ്ട് 3/4 ടീഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എന്നോട് അന്നൊക്കെ അങ്ങനെ അധികം പേര് ഇറങ്ങൂല. പക്ഷെ അന്ന് ആളുകൾ പറഞ്ഞിരുന്നു ഇത് മോശമാണ്, നിങ്ങൾ ഇങ്ങനെ വരരുതെന്നൊക്കെ പറയുന്നു കല്യാണ വീട്ടിലെ തലേദിവസമൊക്കെ ചെല്ലുമ്പോൾ. പക്ഷെ നമ്മളത് ഇപ്പം അവരുടെ മക്കളും എല്ലാവരും അത് ചെയ്യണേ. പിന്നെ ഐശ്വര്യക്കൊക്കെ ഓർമ്മയുണ്ടാവില്ല, പണ്ട് ചുരിദാറൊക്കെ ഇറങ്ങിയപ്പോൾ മറ്റേ പെൺകുട്ടികൾ മാത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്, അത് പ്രായവർ ധരിക്കാറുണ്ടായില്ല. ഇതൊക്കെ മാറി വരും. ഷെഫീനൊക്കെ പറയുന്നത് ഞങ്ങളൊരു സ്വാതന്ത്ര്യം, അത് സൈക്കിൾ ചവിട്ടി ഞങ്ങൾ റെബല്ലിയസ് നേച്ചർ കാണിച്ച് ഞങ്ങളൊരു സ്വാതന്ത്ര്യം നേടിത്തന്നു, പക്ഷെ അവിടെ വരെ മതി, ഇനി അപ്പുറത്തേക്കുള്ള സ്വാതന്ത്ര്യം. അല്ലെങ്കിൽ തന്നെ ഇത് തീരുമാനിക്കാൻ ഷെഫീൻ ആരാണ്? ഒരാളുടെ സ്വാതന്ത്ര്യം തീരുമാനിക്കാൻ നിങ്ങളാരാണ്? അവർ ആ ഡ്രസ്സ് കൂട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾക്ക് പറയാം, നിൽ ഗേറ്റ് അടക്കണേണ്, നിങ്ങൾ എന്ത് ചെയ്തു പോയിക്കോ എന്ന് പറയാം. ഈ ഡ്രസ്സ് കൂട്ടി ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ഒരു ലുങ്കി തരാം, അത് കൊടുത്തിട്ട് എന്ത് കയറുന്നു പറയാം. ഇവർ വീട്ടിലേക്കായിട്ട് വന്നാ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ അത് തന്നെ അവിടെ ചിലപ്പോൾ മുണ്ട് അവിടെ മറ്റേ വാടക കിട്ടും, മുണ്ട് മേടിച്ച് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്തിട്ട് കയറിയാൽ മതി. അതൊക്കെ തന്നെ മാറ്റേണ്ട കാലം അതിക്രമിച്ച്. ഈ എനിക്ക് പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പണ്ട് കാലത്തുണ്ടായിരുന്ന ചിട്ടയാണ് അതൊക്കെ. പിന്നെ ഓക്കെ കുറച്ച് നേരത്തേക്ക് ആയതുകൊണ്ട് ആളുകൾക്ക് ചിലപ്പോൾ കുഴപ്പമില്ല, അനുസരിക്കാം. അല്ല ഇപ്പൊ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ അനുസരിക്കണം. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വസ്ത്രസ്വാതന്ത്ര്യം ഞാൻ പറയുന്നത്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സംശയം തോന്നിയത്, ഇനി ഈ മഞ്ജു പിള്ള എങ്ങാനും വല്ല ഇവരെ കല്ല് വലിച്ചെറിയോ വല്ല ഉപദ്രവിക്കുകയോ ചെയ്തോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അല്ലെങ്കിൽ ഇത്രയും നമ്മളൊരു ഫോട്ടോ കാണുമ്പോൾ തന്നെ വൈരാഗ്യത്തോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പ്രതികരണം നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല. വൊമിറ്റ് ചെയ്യാൻ വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നതിനകത്ത് ആ കുട്ടിയുടെ നേരെ ചാടുന്നൊരു എന്തൊക്കെ വൃത്തികേടാണ് സ്ത്രീ വിളിച്ച് പറയുന്ന നോക്കുമ്പോൾ നമുക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആ വീഡിയോ കംപ്ലീറ്റ് കാണാൻ പോലും പറ്റില്ല. അല്ല സ്വന്തം മറ്റേ സുജിത് വാസുദേവൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മഞ്ജു പിള്ള, ഈ സുജിത് വാസുദേവൻ്റെ ഒരു 2 സിനിമ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓട്ടോറിക്ഷ, രണ്ടാമത് ജെയിംസ് ആൻഡ് ആലീസ് എന്നാണ്. ഈ ജെയിംസ് ആൻഡ് ആലീസ് ഞാൻ പറയണത് ഇവരെ ഒന്ന് കാണിക്കുന്നതെന്നായിരിക്കും ഷെഫീനാണ്. എന്താ വെച്ചാൽ ജെയിംസ് ആൻഡ് ആലീസ് ഈ അനുഗ്രഹീതൻ ആൻ്റണി എന്നൊക്കെ പറഞ്ഞൊരു സിനിമയുണ്ട്. അതിൽ മരണത്തിന് ശേഷം ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് ഒരു അനുഗ്രഹം. നല്ല സിനിമയാണ്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഹിറ്റാകാതെ പോയി സണ്ണി വീനൊക്കെ അഭിനയിച്ചുകൊണ്ടും അത് പ്രൊമോഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. ഈ ജെയിംസ് ആൻഡ് ആലീസ് അത്ര ഗംഭീരമായിട്ടുള്ള സിനിമയല്ല, പക്ഷേ എങ്കിൽ പോലും പൃഥ്വിരാജും ദേവികയൊക്കെ അഭിനയിച്ച സിനിമയാണ്. ആ സിനിമയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ അനാവശ്യമായിട്ട് വാശി പിടിക്കുകയും മർക്കട പുഷ്ടി കാണിക്കുകയും തല്ലുപിടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആലോചിക്കുകയാണ്, ഇത് വേണ്ടായിരുന്നു, അവളോടൊന്ന് ക്ഷമിക്കാമായിരുന്നു, നമുക്കൊന്ന് സ്നേഹത്തോടെ പെരുമാറാമായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന വളരെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറയുന്ന ആ സെൻസിൽ ആ സിനിമ ഒരു തീമുണ്ട്, അതിനകത്ത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള തീമാണ്. ആ തീമിൽ എടുത്തേക്കൊണ്ടൊരു സിനിമയാണ്. ആ സിനിമ പോലെയുള്ള ഒരു ജീവിതമേ നമ്മൾ നയിക്കേണ്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു വിമർശനമാകാം, പക്ഷേ വിമർശനത്തിനൊരു പരിധിയുണ്ട്. കാരണം അവരെ വിമർശനം തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന്, അവർ നന്നാകണം എന്ന് വിചാരിച്ചും ആളുകളെ ഇത് ബോധവൽക്കരിക്കണമെന്ന് വിചാരിച്ചുള്ളൊരു വിമർശനം ആകാം. അല്ലാതെ അതിന് പകരം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിമർശനം കേൾക്കുന്നു, അപ്പം തന്നെ അവർ പോയി തൂങ്ങിച്ചാവുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, വിമർശനം നടത്തിയിട്ട് കാര്യമില്ല. എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 7 മിനിറ്റ് അടുക്കാറാകുമ്പോഴത്തേക്ക് ഇവർ പറയുന്നത് റോഡിൽ ചെന്ന് നിൽക്കാനാണ് എന്ത് ഡ്രസ് ഇട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. അങ്ങനെ ചെയ്യട്ടെ അവന്മാർ ഞരട് എന്നൊക്കെ പറയുമ്പോൾ വളരെ വൃത്തിയായിട്ടുള്ള രീതിയിലാണ് പറയണത്. പിന്നെന്താണ് മറ്റേ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള പാരൻസ്, വളർത്തുദോഷം, ഇവർ ഏത് കാലഘട്ടത്തിലാണ് ഈ ജീവിക്കുന്നതെന്നേ. വളർത്തുദോഷമൊന്നുമില്ലാത്ത വളരെ മര്യാദക്ക് പഠിപ്പിച്ചിട്ടുള്ള എന്തോരം പേരുണ്ട്. എൻ്റെയൊക്കെ സുഹൃത്തുക്കളുണ്ട്, അവരുടെയൊക്കെ വീട്ടിൽ അവരുടെ ഫാദർ മദ്യപിക്കില്ലായിരുന്നു, അവരുടെ ഫാദറൊക്കെ മറ്റേ കോപ്പെന്ന് പോലും പറയാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ വളരെ ജെന്റിലായിട്ട് വളർത്തിയിട്ടുള്ള പിള്ളേരുണ്ട്. അതായത്
തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളരെ എല്ലാം കറക്റ്റായിരിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായി പഠിപ്പിച്ച പിള്ളേരുണ്ട്. ഇപ്പം എന്ത് വെള്ളോടിയാണെന്നറിയാം. കാര്യമായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു ബോട്ടിലില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അതായത് 3 പേരെ കിട്ടി ഷെയർ ഇട്ടില്ലെങ്കിൽ അന്ന് വൻ തലവേദന ഇരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞത് കേട്ടിട്ട് മാത്രമാണ് ഈ സമൂഹത്തിലെ മറ്റൊരുപാട് കാര്യങ്ങളിൽ നിന്ന് അവർ ഇൻഫ്ലുവൻസ്ഡ് ആകും. ഒരുപാട് അടച്ചുപൂട്ടി വളർത്തുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി. പിന്നെ ഇവര് ഇപ്പൊ മറ്റേ വേറെ ആരൊക്കെ കുറിച്ചൊക്കെ പറയണ്ട, അതായത് സബ്സ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് തുണി ഒഴിഞ്ഞ് കാണിക്കുന്നു. അതൊക്കെ ശരിയാണ്. അവനവൻ്റെ ശരീരമോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളോ കാണിച്ചുകൊണ്ട് ഒരു പ്രൊഫഷൻ ഉണ്ടാക്കാൻ കഴിയില്ല. നിങ്ങളുടെ അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മിടുക്കും കഴിവും കൊണ്ടേ ഇത് ബാധിക്കുള്ളൂ. ഇപ്പോൾ ഷക്കീല തന്നെ പടങ്ങൾ ഇവിടെ ഒരുപാട് ഇറങ്ങി. ഇപ്പോൾ ഷക്കീല ഉണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ അവിടെ നിങ്ങളൊരു വൃത്തികേട് കാണിച്ചുകൊണ്ടുള്ള ഒരു കോമ്പറ്റീഷൻ. ഇപ്പം നമ്മൾ തന്നെ ഇവിടെ നിന്നൊരു വൃത്തികേട് കാണിച്ചൊരു കോമ്പറ്റീഷൻ ഉണ്ടായി നമ്മളൊരു കച്ചറ തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആളുകൾ കാണും. പക്ഷെ അതിൻ്റെ കുഴപ്പമൊന്നും ആ കുഴപ്പം പിള്ളേരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരിക്കലും നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇത് എളുപ്പമുള്ള കാര്യമാണ്. നമ്മളെക്കാൾ കൂടുതൽ തെറി പഠിച്ചൊരുത്തരം ഏതൊരു ദിവസം വരാം. ഇനി ആളുകൾ തെറിയാൻ ചോദിക്കും, അല്ലെങ്കിൽ തെറി കുറച്ച് കഴിയുമ്പോൾ അത് നിൽക്കും. പകരം എന്ത് ചെയ്യും? ഇപ്പം ഷക്കീല പോയെങ്കിലും മമ്മൂട്ടി നിൽക്കും, മോഹൻലാലേക്കും, മഞ്ജു വാര്യർ നിൽക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഒരു ടാലൻ്റ് അവർ പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞു കൊടുക്കാനായിരിക്കും ഷെഫീന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവനെ കുളിപ്പിച്ച് കൊച്ചിനില്ലാതാക്കി എന്ന് പറയുന്ന പോലെ ഇത് കുളിപ്പിച്ചല്ല, പകരം വെള്ളത്തിൽ മുക്കി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയി. ഞാൻ സത്യത്തിൽ ഈ ടോപ്പിക് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ഈ ടോപ്പിക് എടുക്കുകയും അവർ ചിലപ്പോൾ ഇതിന് റിയാക്ട് ചെയ്തുകൊണ്ട് ചെയ്താലൊന്നും നമുക്ക് പ്രശ്നമില്ല. ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെയുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാളെ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കരുത്തുള്ള ആളുകളോ, ഇപ്പോൾ ഷെഫീനെ ഒന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഷെഫീനെ മാത്രമേ ഉള്ളൂ. ആ സമയം ഇപ്പോൾ നമ്മളൊരു രാഷ്ട്രീയക്കാരനെതിരെ, പിണറായി വിജയനെതിരെയോ വി ഡി സതീശനെതിരെയോ നരേന്ദ്രമോദിക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഏത് സ്റ്റേറ്റിൽ ചെന്നാലും അവരുടെ ആളുകൾ ഏത് ജില്ലയിലുണ്ട്, ഏത് പഞ്ചായത്തിലുണ്ട്. അതുകൊണ്ട് അതിനൊന്നും നമ്മൾ പേടിയില്ല. അങ്ങനെ പേടിക്കാതെ നമ്മൾ ഈ പണി ചെയ്യുന്നവരാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന ലെവലിലാണ് ചിലപ്പോൾ സംസാരിക്കണമെങ്കിൽ നമ്മൾ ആ ലെവലിൽ ഇറങ്ങിയിട്ട് മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് നമ്മളങ്ങനെ താഴെ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ ഒരു മറുപടി പോലും പറയില്ല. കാരണം എന്താ, നമ്മൾ ആ ലെവലിലേക്ക് ഇറങ്ങി നമ്മളങ്ങനെ ആളുകൾ കാണണമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ക്യാരക്ടറിന് ഒരു കുഴപ്പമുണ്ട്. നമ്മളങ്ങനെ ഒരാൾ നമ്മൾ ഭയപ്പെടുത്തി നമ്മളെ വിടുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഉറക്കക്കുറവുണ്ടാക്കും. അതുകൊണ്ട് അത് പ്രശ്നമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്ന പറഞ്ഞത് കൂടിപ്പോയി, വൃത്തികേടായിപ്പോയി എന്ന് ഷെഫീനെ കടക്കം ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും. മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞാൽ അവർ നിരുപാധികം മാപ്പ് പറയുകയും വീഡിയോ പിൻവലിക്കുകയും ചെയ്യണം. എന്നിട്ട് അവർ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയാം. അതായത് സ്ത്രീകളോട്, പെൺകുട്ടികളോട് ഈ ഫെമിനിസം എന്ന് പറയുന്നതും ഈക്വാലിറ്റി എന്ന് പറയുന്നതും നിങ്ങൾ ശരീരം പ്രദർശിപ്പിക്കാനുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നിങ്ങൾ കാണരുത്. പകരം എന്ത് ചെയ്യണം? പകരം നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ജോലിയിൽ നിങ്ങൾ വളരെ മെറിറ്റോറിയസ് ആയി ഉയരാൻ ശ്രമിക്കണം. അങ്ങനെ ഉയരാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്തുള്ളത്, നിങ്ങൾ പൊളിറ്റിക്സിലാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആവണം എന്നൊക്കെ പറയുന്ന ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഇത്രയും വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം എടുത്തു വെച്ച് എന്തിനാണ് ഇതിവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിക്കും ഈ സുസ്മിത സെൻ ഒക്കെ പട്ടുപാടയും ബ്ലൗസ് ഇട്ട് നടന്നാലും മാത്രമേ ഷെഫീന താത്തയ്ക്ക് സമാധാനം ആവുള്ളൂ എന്നുള്ള ലെവലിലാണ്. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ ഇവര് മാത്രമാണോ ചെയ്യണത്? ഈ നാട്ടിൽ എന്തോരം പേര് ചെയ്യണം? അതൊന്നും കാര്യമാക്കാണ്ട് എടുത്ത് മഞ്ജു പിള്ള ആ പറയുന്നൊരു ഡയലോഗാണ്. മഞ്ജു പിള്ളയെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, മകൾക്ക് അതൊന്നും കിട്ടിയിട്ടില്ല, നീ അതിന്റെ ലേഖലേക്കണ്ട. ഇതൊക്കെ എന്തായി പറയണേന്നുള്ളത്. ഈ ഭംഗി കിങ്ങി എന്നൊക്കെ പറയണത് തന്നെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടും മനസ്സിലുള്ള കാര്യമൊക്കെയാണ്. മനസ്സിലായി? ഒന്ന്. രണ്ടാമത്തത് ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്കറിയില്ല ഷെഫീനൊക്കെ എത്ര പ്രായം ഉണ്ടാവുന്നത്. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കും ഏതാണ്ട് മഞ്ജു പിള്ളക്കൊക്കെ ഏതാണ്ട് ഒരേ പ്രായം ആയിരിക്കുന്ന ഒരാൾ ഇനിയിപ്പോൾ അവർക്കൊരു മകളുണ്ടെങ്കിൽ അവരോട് പറയണം, മകൾ കാണാനൊരു ഭംഗിയില്ല, അമ്മക്ക് ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അത് അമ്മയെ പുകഴ്ത്ത് കാണും. ശരിക്കും പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്ന നമുക്കല്ലേ. ഇനി അങ്ങനെ ഒരു ഭംഗിയുടെ കാര്യത്തിൽ കമ്പാരിസണൊക്കെ നടത്തുന്ന കാലം കഴിഞ്ഞേ. മനസ്സിലായ? കറുത്തിട്ടാണ് വെളുത്തിട്ടാണെന്നൊക്കെയുള്ള കമ്പാരിസൺ നടത്തുന്ന കാലം കഴിഞ്ഞ്. അതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഷെഫീനയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും ബോധേടല്ല. കാരണം നമ്മുടെ നാട്ടിൽ എക്സ് വൈ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ആളുകളുണ്ടാവും. അവർക്ക് പല മെൻറ്റാലിറ്റികളും ഉണ്ടാവും, പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇവരെ കണ്ടിട്ടുമില്ല ഇതുവരെ. ഞാൻ ആകെ ഒരു തവണ ഞാൻ പറഞ്ഞില്ല, ഇതുപോലൊരു ട്രോളിൽ ഞാൻ മറ്റേ ഇവരുടെ ഒരു സെൻറ്റൻസ് കേട്ടതാണ്. അത് കേട്ടിട്ട് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. പിന്നെ 1-2 തവണ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു തവണ ഭയങ്കരമായിട്ട് തെറി പറയുന്ന, അല്ലെങ്കിൽ മുറി എന്നൊക്കെ പറഞ്ഞ് മറ്റേ മുസ്ലിം സമുദായത്തിലെ ആളുകളെ വിളിക്കുന്ന വാചകങ്ങളൊക്കെയാണ് ഞാൻ കേൾക്കണം. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കാൻ ഇവിടെ 2.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്
ഇവരുടെ മറ്റേ വീഡിയോ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തുണ്ട്? വെയിറ്റ് ചെയ്യല് മാത്രല്ല, ഇതിന്റെ താഴെ വന്നിരുന്ന് കമന്റ് ഇടുന്നത് കണ്ടല്ലോ, ഷെഫീനയ്ക്ക് ഒപ്പം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ ശരിക്കും പേടിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ല ഇവര് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് പറയുന്നത് തന്നെ. അല്ല ഇത് ഫെമിനിസം ഒന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ മറ്റേ ഫെമിനിസം ഒരു ഐഡിയോളജി ഇല്ല. ഇത് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഒക്കെ എക്സ്ട്രീം ലെവലാണ്. അതായത് പണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്, ഞങ്ങൾ തന്നതാണ്, അതിനപ്പുറത്തേക്ക് പണ്ട് മറ്റേ ശിവസേനക്കാർ ഈ മറൈൻ ഡ്രൈവിൽ ഒരു പണി ചെയ്തായിരുന്നു, ഓർക്കണ്ട. അതായത് കൊടയൊക്കെ ചൂടിയിരിക്കുന്ന ആളുകളെ, രണ്ട് ആണും പെണ്ണും കൂടി ഒരുമിച്ചിരിക്കുന്നവരെ ഒരു ചൂരിൽ കൊണ്ട് അടിച്ചായിരുന്നു. മനസ്സിലായി? കുറേ ശിവസേനക്കാരെ കുറച്ച് പേരേ ഉള്ളു, അവരെ കൂടി പോയി ചൂരലിൽ അടിച്ച്. പിന്നെ ചുംബന സമരത്തിനെതിരെ കാര്യം. മനസ്സിലായി? ഇതുപോലെയുള്ള പല പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി മാത്രമേ നമ്മളത് കണക്കൂട്ടുന്നുള്ളൂ. പിന്നെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ രീതികളൊക്കെ ഉണ്ട്. അതായത് ഡ്രസ്സ് ധരിക്കാഞ്ഞിട്ടല്ലേ സ്ത്രീയെ കുറ്റപ്പെടുത്താനുള്ള ടെൻഡൻസി. പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളൊരു പരാതി കൊടുത്തു, രാത്രി 10 മണിക്ക് പോകുമ്പോഴത്തേക്ക് ഒരാളെന്നെ ആക്രമിച്ചു, 10 മണിക്ക് എന്തിനാ നിങ്ങൾ പോയെന്ന് ചോദിക്കാതെ. അതെ, ഉറപ്പായിട്ടും. കഴിഞ്ഞ ദിവസം തന്നെ കലൂര് 2 പെൺകുട്ടികളെ ആക്രമിക്കുന്നതിന്റെ വിഷ്വൽസ് ഉൾപ്പെടെ പുറത്ത് വന്നപ്പോൾ ഒരുപാട് വന്ന കമന്റ് ഇതാണ്, ആ സമയത്ത് എന്തിനു കുട്ടികൾ ആ സമയത്ത് കുട്ടികൾ പോണ കാലത്തേക്ക് മാറണം എന്നുള്ളതാണ് ഇവിടെ വിചാരിക്കേണ്ടത്. പേടിക്കാണ്ട് നടക്കാൻ പറ്റണം, അത് പെണ്ണിനാണെങ്കിലും ആണിനാണെങ്കിലും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഷെഫീനക്കൊക്കെ അത്യാവശ്യം നല്ല വരുമാനം ഉണ്ടാവും. 2-2.25 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ, അതൊക്കെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. ഞാൻ അവരുടെ ബാക്കിയുള്ള വീഡിയോകളൊന്നും കാണാറില്ല, കാണാമെന്നവർ കണ്ടോട്ടെ. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ മാത്രം കണ്ടുള്ളൂ. ഈ വീഡിയോ തന്നെ കണ്ടു തീർക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഞാൻ 2 ദിവസം കൊടുത്താൽ കണ്ടത്, 10 രൂപ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഷെഫീന അറിയേണ്ടത് ഈ പരിപാടിയിൽ ഷെഫീന മാപ്പ് പറഞ്ഞ് നിരുപാധികം മാപ്പ് പറയുകയും യഥാർത്ഥത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതാണ്, എൻ്റെ കയ്യിൽ നിന്ന് വാക്കുകൾ കൈവിട്ടു പോയി, അതിന് ഇന്ന കാരണമാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് അവർ ഇതിൽ നിന്ന് പിന്മാറേണ്ട ഒരു ആവശ്യമാണ്. മഞ്ജു പിള്ളയും സുഹിത്തൊക്കെ എനിക്ക് തോന്നുന്ന, സുഹിത്ത് ഇപ്പോൾ മറ്റേ സിനിമയൊക്കെ എടുത്ത ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് അവർ ചിലപ്പോൾ റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു ചെറിയ കുട്ടിയാണ്, ഇപ്പോൾ പ്രായപൂർത്തിയായി എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെയല്ലേ പ്രായം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അത് വലിയ ഡാമേജ് ഉണ്ടാക്കാവുന്ന വലിയ തോതിൽ, ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി ഒരു ലൈംലൈറ്റിലൊന്നും നിൽക്കുന്ന ഒരാളല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം മഞ്ജു പിള്ള ഫേമസ് ആണ്, ഫാദർ ഫേമസ് ആണെന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ക്രൂശിക്കേണ്ട ആവശ്യം ഇല്ല, ആ കുട്ടിയെ ക്രൂശിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ കുട്ടിയോട് വന്നിട്ട് ഇതുപോലെയുള്ള വർത്തമാനം, ഇത്രയും പ്രായമുള്ള, എനിക്കൊണ്ട് ഇവർക്കൊക്കെ മക്കളുണ്ട്, ആ മക്കളെ പോലെയുള്ള ആളുകളുള്ള ഇവരൊന്നും ഇത് പറയേണ്ട ഒരു കാര്യം അല്ല. മനസ്സിലായി? ഇതിനേക്കാൾ മറ്റ് കുറച്ചുകൂടി ഹാർഷായിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. അപ്പം അങ്ങനെയൊന്നും പറയുന്നത് ഇതിൻ്റെ ഒരു പരിഹാരമല്ലല്ലോ. പോലെ ഒരാളുടെ അടുത്ത് ഇതിൽ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പെൺകുട്ടിയോട്, ഇത്രയും ചെറിയൊരു പെൺകുട്ടിയോട് ഇത്രയും വൃത്തികേടുകൾ പറയാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് നമ്മൾ പറയുന്നത് വിമർശനങ്ങൾ കൊണ്ടൊന്നും മാറുന്നതാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ മാപ്പ് പറയുന്നു എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് മാറി മാനസിക പക്വത ആയിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് മാറിയില്ലെങ്കിൽ ഈ 2.25 ലക്ഷത്തോളം 2,90,000 ആളുകളെ രക്ഷിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് എടുക്കണം, ഉറപ്പായിട്ടുള്ള കാര്യം. അത് അല്ലാതെ ഇത് ഇങ്ങനെ ഒക്കെ കണ്ണും പൂട്ടി അങ്ങോട്ട് വിടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. കാരണം ഇതിൽ തന്നെ ഒരുപാട് നിയമലംഘനങ്ങളുണ്ട്. സത്യത്തിൽ ഒരു ആണാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പണ്ടേ അകത്ത് പോയാനെ. ഇത് പെണ്ണാണെങ്കിൽ ഞാൻ പറയുന്നത്, ലേഡി ആണെങ്കിൽ പോലും ഒരു പ്രിവിലേജിന് ഇവർ അർഹരല്ല നിയമപ്രകാരം. കാരണം ഇത് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള വളരെ മോശപ്പെട്ട കാര്യങ്ങൾ.